തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. വളരെ സന്തോഷത്തോടു കൂടെയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. തിരുമല അസംബ്ലിയിൽ ഇത് ആദ്യത്തെ തവണയല്ല. ഏതാനും ചില വർഷങ്ങൾക്ക് മുൻപ് ഒരു പ്രാർത്ഥനാ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഈ സ്ഥലത്ത് വന്നിട്ടുണ്ട്. അതൊരു രാത്രി യോഗമായിരുന്നു. വൈകിട്ട് വന്നു. വൈകിട്ട് തന്നെ ഞങ്ങൾ സൗരന്മാർ കുറച്ച് പേര് ഇടുക്കിയിൽ നിന്ന് വന്നിരുന്നു. ഞങ്ങൾ തിരിച്ച് ഇടുക്കിയിലേക്ക് പോകുവാനിടയായി. എന്നാൽ ഇവിടെ എനിക്ക് പരിചയമുള്ള മുഖം വളരെ കുറവാണ്. 2-3 ആളുകൾ വളരെ ഹൃദയത്തോട് ബന്ധമുള്ള, കർത്താവിൻ്റെ വേലയിലും ശുശ്രൂഷയിലും ഞങ്ങൾ ഒരുമിച്ച് ദീർഘവർഷങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷിക്കുന്ന ഒരു വലിയ ആത്മീയ അനുഭവം എനിക്കുണ്ട്. പ്രിയ ജെയിംസ് സാറ്, അതുപോലെ പ്രിയ ബാബു സാറ് നെയ്വേലി. അങ്ങനെ എടുത്തു പറയാൻ 1-2 ആളുകൾ മാത്രമാണ് മുഖപരിചയമായിട്ടുള്ളത്. ഇന്നലെ രാത്രി ഞങ്ങൾ പ്രിയ ജെയിംസ് സാറിൻ്റെ ടവർ ഷാലോമിൽ വന്നു. പ്രിയ ജെയിംസ് സാറിൻ്റെ ആതിഥേയത്വം സ്വീകരിച്ചു. ഞങ്ങൾ കഴിഞ്ഞ രാത്രി ക്ഷേമത്തോടെ വിശ്രമിച്ചു. ഇന്ന് പകലിൽ ഈ സ്ഥലം സഭയോട് ചേർന്ന് വലിയവനായ ദൈവത്തെ ആരാധിക്കാൻ ലഭിച്ച ഭാഗ്യം വളരെ സന്തോഷത്തോടു കൂടെയാണ് ഞാൻ ഓർക്കുന്നത്. ഞാനിന്ന് നിങ്ങളുടെ മുൻപിൽ മറ്റൊരു വേഷം എന്ന് പറയുന്ന ഒരു പിരിവുകാരൻ്റെ വേഷം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ആദ്യം എൻ്റെ ടെസ്റ്റിമണി ചുരുക്കം വാക്കുകളിൽ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ അടിസ്ഥാനപരമായി കോട്ടയം ജില്ലക്കാരാണ്. എൻ്റെ പേരൻസ് വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ പേരൻസ് മലബാർ ഭാഗത്തേക്ക് കുടിയേറ്റക്കാരായി പോവുകയും ദീർഘവർഷങ്ങൾ ഞങ്ങളിപ്പോൾ അവിടെ താമസിക്കുന്നു. എൻ്റെ ജനനവും പഠനവുമൊക്കെ കാസർഗോഡ് ജില്ലയിലാണ്. ഇന്ന് ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന അസംബ്ലി പുന്നക്കുന്ന് എന്ന് പറയുന്ന ലോക്കൽ നമ്മുടെ ബ്രദർ അസംബ്ലിയാണ്. അവിടെ നിന്നാണ് 2003 കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇടുക്കിയിലേക്ക് ഞങ്ങൾ കുടുംബമായിട്ട് വന്നത്. ഞങ്ങൾ ബേസിക്കലി കോട്ടയംകാരായതുകൊണ്ട് ഞാൻ എൻ്റെ വാരിയെല്ലിനെയും വാസ്തവത്തിൽ തിരഞ്ഞെടുത്തത് കോട്ടയത്ത് നിന്നാണ്. കോട്ടയം പുതുപ്പള്ളിക്കടുത്ത് പയ്യപ്പാടി സ്വദേശിയാണ്. കഴിഞ്ഞ 32 വർഷമായി കർത്താവിൻ്റെ വേലയിൽ അധ്വാനിക്കുന്നു. ചില വർഷങ്ങൾ നോർത്ത് ഇന്ത്യയിൽ OM ടീമിനോട്, ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന സുവിശേഷ വിഹിത ടീമുമായിട്ട് പ്രവർത്തിക്കാൻ കർത്താവ് കൃപ തന്നു. പ്രിയ സഹോദരി ലിസമയും OM ടീമിൽ ഒരു കാലത്ത് പ്രവർത്തിച്ചയാളാണ്. ഇടുക്കിയിൽ വാസ്തവത്തിൽ എന്തുകൊണ്ട് ഞങ്ങൾ എത്തപ്പെട്ടു എന്ന ചോദ്യത്തിന് ഇന്നും ഉത്തരമില്ല. അതിന്നും ഒരു സമസ്യയായി, ഒരു സീക്രട്ടായിട്ട് തന്നെ ഇരിക്കുന്നു. ഇടുക്കി എന്ന ജില്ല ഞാൻ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. മലയോര പ്രദേശം, കാടും മേടും കുന്നും ഒക്കെ ഉള്ള ഒരു പ്രദേശത്ത് വേല ചെയ്യാനായിട്ടുള്ള ഒരു ചിന്ത പോലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. OMൽ നിന്ന്, ഗുജറാത്തിൽ നിന്ന് ഞാൻ കേരളത്തിലേക്ക് ട്രെയിൻ കയറുമ്പോൾ തിരിച്ചു വീണ്ടും നോർത്തിലേക്ക് പോകണം എന്ന വലിയ ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. എന്നാലെന്തോ അത് സാധിച്ചില്ല. ഞാൻ കേരളത്തിൽ തന്നെ 5 വർഷം പാലക്കാട് പ്രവർത്തിച്ചു. അതേ തുടർന്ന് ഒരു മക്കതോന്യ വിളി എന്ന് വേണമെങ്കിൽ പറയാം, ഇടുക്കിയിലേക്ക് ഇന്ന് നിത്യത്തിൽ വിശ്രമിക്കുന്ന KC മാത്യു, ജോയ് പാമ്പാടി എന്ന് പറയുന്ന ദേവദാസൻ്റെ ശുശ്രൂഷ ഉള്ള ഒരു സ്ഥലത്ത് ദേവദാസനോട് കൂടെ പ്രാരംഭ സമയത്ത് പ്രവർത്തിക്കുകയും തുടർന്ന് ഇന്ന് ഞങ്ങൾ ഇടുക്കിയിൽ പ്രവർത്തിക്കുന്ന വളകോട് എന്ന സ്ഥലം തിരഞ്ഞെടുത്ത് പ്രവർത്തിക്കുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. ഒരു 23 വർഷം ഇപ്പോൾ പിന്നിടുന്നു അവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട്. വളകോട് 2006 ഏപ്രിൽ 9 3 പേരുടെ സ്നാനത്തോടുകൂടെ ആരംഭിച്ച ആ സ്ഥലം സഭ ഇന്ന് ഏകദേശം ഒരു 50-നോടടുത്ത് മെമ്പേഴ്സ് സ്ഥലം സഭയിലുണ്ട്. പക്ഷേ ഇന്ന് പഠനത്തിനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് 15ഓളം കുട്ടികൾ, യൗവനക്കാരായ ആളുകൾ
ഞങ്ങളുടെ സ്ഥലസഭയിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിൽ ഉള്ളത് ഇന്ന് ഞങ്ങൾക്ക് വലിയ നഷ്ടമാണ്. അവരുടെ പഠനത്തിനും ജോലിക്കുമായിട്ടൊക്കെയാണ് അവർ പോയത്. എന്നിരുന്നാലും അതൊരു വലിയ നമ്പർ സഭയിൽ നിന്ന് മാറുന്നതുകൊണ്ട് ഒരു 30-35 ആളുകൾ എല്ലാ സൺഡേയിലും അവിടെ കർത്താവിനെ ആരാധിക്കുന്നു. ജെയിംസ് സാർ ആ സ്ഥലം വന്ന് കണ്ടിട്ടുണ്ട്. ഞങ്ങളോടുകൂടെ 1-2 ദിവസം അവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. പ്രവർത്തന മേഖല കണ്ടിട്ടുണ്ട്. സ്ഥലം താൻ കണ്ടിട്ടുണ്ട്. 2011 സ്റ്റുവാർഡിൻ്റെ പേരിൽ ആ സ്ഥലം വാങ്ങി. ഏകദേശം 10 സെൻറ്റ് സ്ഥലം വാങ്ങാനിടയായി. എന്നാൽ ആ സ്ഥലം വാങ്ങിയപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വലിയ വിശദ വിവരങ്ങളൊന്നും ഞങ്ങൾ അന്വേഷിച്ചില്ല. കാരണം 64 പട്ടയമായതുകൊണ്ട് അത് വളരെ പഴയ പട്ടയമാണ്, കുഴപ്പമില്ല എന്ന് ചിന്തിച്ചു. പക്ഷേ അതിനകത്ത് കുറച്ച് കണ്ടീഷൻസ് സാറിനറിയാം, കുറേ നിയമപ്രശ്നങ്ങളുണ്ട്. 64 പട്ടയത്തിനകത്ത് നമുക്ക് പള്ളി, അമ്പലം, കൊമേഴ്ഷ്യൽ പർപ്പസിലായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ കഴിയുകയില്ല. അങ്ങനെ ഞങ്ങളുടെ ഈ അപേക്ഷ കലക്ടറുടെ അടുത്ത് വരുത്തി. കലക്ടറാണ് ഞങ്ങൾക്ക് അപേക്ഷ നിരസിച്ചു. പിന്നീട് കുറേ വർഷം അങ്ങനെ ആ ബിൽഡിംഗ് വർക്ക് അവിടെ സ്ട്രക്കായി. എന്നാൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഈ അടുത്ത കാലത്ത് നിയമങ്ങൾ മാറി വന്നതനുസരിച്ച് നമുക്കവിടെ ഒരു ബിൽഡിങ്, സ്റ്റുവാർഡിൻ്റെ പേരിൽ ഒരു ബിൽഡിങ് പണിയാനുള്ള NOC ലഭിച്ചു. ആ NOC ലഭിച്ചിട്ട് 3 വർഷമായി. 3 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ആ പണി ആരംഭിച്ചു. എന്നാൽ ആ പണി ഇന്നുവരെയും പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചില്ല. നിങ്ങളുടെ മുൻപിൽ ഞാൻ നിൽക്കുന്നത് ആ ഒരു സാഹചര്യത്തോടുള്ള ബന്ധത്തിലാണ്. ഇപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ വർക്കുകൾ ഏകദേശം പൂർത്തിയായി. അതിൻ്റെ പ്ലാസ്റ്ററിങ്ങും തേപ്പും പൂർത്തിയായിട്ടുണ്ട്. ഇനി നടക്കാനുള്ളത് ഫ്ലോറിങ്, പെയിൻറ്റിങ്, അതുപോലെ ഇലക്ട്രിഫിക്കേഷനുണ്ട്, മറ്റ് വാഷ്റൂം സൗകര്യങ്ങൾ, അതുപോലെ വിൻഡോസ് ആൻഡ് ഡോർസ് തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള കുറേ നീഡുകൾ ഞങ്ങളുടെ മുൻപിലുണ്ട്. ഞങ്ങൾ അവിടെയുള്ള എല്ലാവരും സാധാരണക്കാരാണ്. ഞാനടക്കം അവിടുത്തെ ഒരു തൊഴിലാളി കൂടിയാണ് ഞാൻ. അറിയാവുന്ന പോലെയൊക്കെ ഞാനും അവരോട് കൂടെ ഇറങ്ങി പണി ചെയ്യാറുണ്ട്. ഈ കഴിഞ്ഞ ഒരാഴ്ച ഞങ്ങൾക്കൊരു മെയിൻ്റെനൻസ് വർക്കായതുകൊണ്ട് ഒരു മേസ്തിരിയെ നിർത്തി ഞാനും ഹെൽപ്പറായി നിന്ന് അതിൻ്റെ പണികാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. 40-ലധികം ആളുകൾ ഒരു വീട്ടിൽ, ഞാൻ താമസിക്കുന്ന വീട്ടിലാണ്. ആ വീട്ടിൽ കൂടി വരുന്നത് കഴിഞ്ഞ ദീർഘമായ വർഷങ്ങൾ അത് വളരെ പ്രായോഗികമായ പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല, പണ്ടൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, പണ്ട് സമുദായത്തിൽ നിന്ന് ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഓല ഷെഡിൽ വന്ന് ദൈവത്തെ ആരാധിച്ച ആ ഒരു കാലം ഞാൻ ഓർക്കുന്നു. പക്ഷേ കാലഘട്ടം മാറി. ഇന്ന് അങ്ങനെയുള്ള താല്പര്യമൊന്നും പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് ഒന്നും ആ നിലയിൽ താല്പര്യമില്ല. അതുകൊണ്ട് നമുക്കൊരു പൊതുവായ സ്ഥലം ഈ ആവശ്യത്തിനായിട്ട് നിശ്ചയമായിട്ടും വേണം. അതുകൊണ്ടാണ് നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ ഞാൻ വിചാരിക്കുന്നത്, ഞാൻ ഓർക്കുന്നത്, ഈ സഭാ ഹാളിൻ്റെ ആവശ്യമായിട്ട് കേരളത്തിൽ അങ്ങനെ വളരെ എണ്ണപ്പെട്ട അസംബ്ലിയിൽ മാത്രമേ ഞാൻ ഒരു സന്ദർശകനായി പോയിട്ടുള്ളൂ. കോട്ടയം ഭാഗത്തേക്ക്, ഇടുക്കി, ഈ ട്രിവാൻഡ്രം സൈഡിലേക്ക് ഒന്നും ഈ ആവശ്യമായിട്ട് വന്നിട്ടില്ല. ദിസ് മൈ ഫസ്റ്റ് ടൈം. ഇവിടെ ആദ്യമാണ്. എന്നാൽ നിങ്ങളെ എൻ്റെ ഈ കാര്യങ്ങൾ പറയാന്നുള്ളത് സെക്കൻഡറിയാണ്. ഒന്നാമത്തെ കാര്യം, തിരുമല അസംബ്ലിയിൽ നിങ്ങളോടുകൂടെ ഒരാഴ്ച ദൈവത്തെ ആരാധിക്കുക, ദൈവജനത്തിൻ്റെ മുഖം കാണുക, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഈ ആരാധനയിൽ ഒന്ന് പങ്കുചേരുക, ഈ കൂട്ടായ്മ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് മെയ് മാസം മഴയ്ക്ക് മുൻപ് ഞങ്ങൾക്ക് അതിൻ്റെ പണി ഒന്ന് പൂർത്തീകരിച്ചു. അതിനുള്ളിൽ ഒന്ന് പ്രവേശിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആ സഭാ ഹാളിൻ്റെ ഇതൊരു ഒരു പുതിയ അസംബ്ലിയാണ്, പുതിയ സ്ഥലമാണ്, ഒരു പൈനിയർ വർക്കാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി ബേസിക് നീഡ്സുകൾ അവിടെ ഞങ്ങൾക്ക് വേണ്ടി വന്നു. 1000 അടിയോളം വരുന്ന ഒരു ബോർവെല്ല്, കുഴൽക്കിണർ ഈ അടുത്ത കാലത്ത് ഞങ്ങൾ കുഴിച്ചു. ഞാൻ ഇന്നലെ ജെയിംസ് സാറിനോട് ആ ഒരു ചരിത്രം പറയുകയായിരുന്നു. 1000 അടി അടിച്ചിട്ട് 100ാമത്തെ ബിറ്റ് ഇറക്കി ഞങ്ങൾ തീരുമ്പോൾ അതിനകത്തുനിന്ന് പൊടിയാണ് എൻ്റെ കയ്യിലേക്ക് വീണത്. സഭാ ഹാള് പണിയേണ്ട പണമാണ് ഈ 1000 അടി കുഴൽക്കിണറടിക്കാനായിട്ട് ഉപയോഗിച്ചത്. ഈ അല്പം പോലും വെള്ളമയമില്ലാത്ത പൊടി, വളരെ ചങ്ക് കലങ്ങിയാണ്. ആ ബില്ല് അവർക്ക് പേയ്മെൻറ്റ് ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോയി അടച്ചു വെച്ചു. ഈ ബോർവെൽ 4ാമത്തെ ദിവസം ലാസറിൻ്റെ കല്ലറയിലേക്ക് കർത്താവ് വന്നു എന്ന് പറയുന്നത് പോലെ 4ാം ദിവസം ഞങ്ങൾ അവിടെ വന്ന് ഈ ബോർവെല്ല്, പ്രതീക്ഷയൊന്നുമില്ല, ഒരു പ്രതീക്ഷയില്ല. ജസ്റ്റ് ഈ ബോർവെല്ലിൻ്റെ അടപ്പ് ഞങ്ങൾ തുറന്നിട്ടൊരു കല്ല് എടുത്ത് ഇതിനകത്തേക്ക് ഒന്നിട്ടു. നിമിഷങ്ങൾക്കുള്ളിൽ 1-2 സെക്കൻഡിനുള്ളിൽ ഈ കല്ല് വെള്ളത്തിൽ വീഴുന്ന ഒരു സൗണ്ട് കേട്ടു. വാസ്തവത്തിൽ ഞങ്ങൾ
സ്തബ്ധരായിപ്പോയി. കാരണം 1000 അടി അടിച്ചിട്ട് പൊടി മാത്രം വന്ന ഒരു ബോർവെല്ലിൽ വെള്ളം നിറയുക എന്ന് പറയുന്നത് അത്ഭുതകരമായൊരു കാര്യമാണ്. ഞങ്ങളൊരു ഒരു ഒരു കുപ്പി വെള്ളം കയറിൽ കുപ്പി കെട്ടി ഈ കുപ്പി താഴേക്ക് ഇറക്കി. അത്ഭുതം എന്ന് പറയട്ടെ, 800 അടി വെള്ളം ആ കുഴൽക്കിണറിൽ നിറഞ്ഞു കിടക്കുകയാണ്. ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും മോട്ടർ വാങ്ങി. ആ മോട്ടർ ഇറക്കുമ്പോൾ 950 അടി വെള്ളം ഞങ്ങൾ കുഴൽക്കിണറിൽ ഇങ്ങനെ നോക്കിയാൽ വെള്ളത്തിൻ്റെ ഓളം നമുക്ക് കാണാം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നീട് അവിടെ സെമിട്രിക്ക് ഞങ്ങൾ പ്രശ്നം വന്നു. ഒരു ഡെഡ് ബോഡി ഒരു ബോർഡറിന് വെളിയിൽ അടക്കുകയും അവിടെ ഒരു ലീഗൽ ഇഷ്യൂ ഞങ്ങൾ ഫേസ് ചെയ്യുകയും എത്രയും വേഗത്തിൽ കല്ലറ പണിത് ഗേറ്റ് മതിൽ കെട്ടി അത് സുരക്ഷിതമാക്കണം എന്ന കലക്ടറുടെ ഓർഡർ വരികയും കയ്യിലുണ്ടായിരുന്ന പണം വീണ്ടും ഒരു 5 സെല്ല് പണിത് ഇതിൻ്റെ മതിൽ കെട്ടി ഭംഗിയാക്കി. അങ്ങനെ 1-2 കാര്യങ്ങൾ ഇതിൻ്റെ എക്സ്ട്രാ എക്സ്പെൻഡിച്ചറായിട്ട് ഞങ്ങൾക്ക് വന്നതുകൊണ്ട് അതെല്ലാം ഞങ്ങളുടെ സഭാ ഹാളിൻ്റെ ബിൽഡിങ്ങിനെ ബാധിച്ചു. അതുകൊണ്ടാണ് ഈ സ്ഥലത്ത് ഇങ്ങനെ നിങ്ങളെ ഒന്ന് ഫേസ് ചെയ്തേണ്ടതായിട്ട് വന്നത്. നിശ്ചയമായിട്ടും ദൈവജനം എൻ്റെ പ്രാരംഭ ആഗ്രഹം ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. വളകോട് അസംബ്ലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം അനുവദിച്ചാൽ മെയ് മാസം മഴയ്ക്ക് മുൻപ് സ്തോത്രം ചെയ്ത് നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ അതിനകത്തൊന്ന് കയറി നമ്മുടെ വാഴ്ത്തപ്പെട്ടതായ കർത്താവിനെ ആരാധിക്കണം എന്ന വലിയ ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. നിശ്ചയമായിട്ടും അതൊരു വീടിൻ്റെ സ്ട്രക്ചറിലാണ് പണിയുന്നത്. ഒരു 2-3 ബെഡ്റൂം അതിനകത്തുണ്ട്. ഞാൻ ഇവിടെ വെച്ച് ഒരു പ്രോമിസ് തിരുമല അസംബ്ലിയിലുള്ള ആളുകൾക്ക് നൽകുന്നു. നിങ്ങൾക്ക് അപ്പോൾ വേണമെങ്കിലും ഇടുക്കി സന്ദർശിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ യു ആർ മോസ്റ്റ് വെൽക്കം. സന്ദർശനത്തിനായിട്ട് നിങ്ങൾക്ക് വരാം. ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന എല്ലാ സാഹചര്യങ്ങളും അവിടെ സ്റ്റേ ചെയ്യാൻ ഒരു 10, 20, 30 ആളുകൾക്ക് അത്യാവശ്യം പരിമിതപ്പെട്ട സൗകര്യത്തിൽ താമസിക്കാനുള്ള എല്ലാ സ്ഥലവുമുണ്ട്. നിങ്ങൾ റിസോർട്ടോ മറ്റു കാര്യങ്ങളോ ഒന്നും അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. യു ആർ മോസ്റ്റ് വെൽക്കം. അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് എന്നതും കൂടെ ഈ സമയത്ത് അറിയിക്കുന്നു. അതുകൊണ്ട് ദൈവജനം ഈ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളാണ്. മൂത്തയാൾ ഇപ്പോൾ ഒരു പ്രൈവറ്റ് സെക്ടറിൽ അവൾ ജോലി ചെയ്യുന്നു. 25 വയസ്സ് പൂർത്തിയായിരിക്കുന്നു. അവളുടെ വിവാഹ കാര്യങ്ങൾ ഞങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക. മൂത്തയാളുടെ പേര് ജൂലിയ വർഗീസ്, രണ്ടാമത്തത് ലിഡിയ. അവൾ 3rd BSc നഴ്സിംഗ് ഇപ്പോൾ ബാംഗ്ലൂരിൽ പഠിക്കുന്നു. ഇത് 3rd ഇയറാണ്. അങ്ങനെ കർത്താവ് സന്തോഷകരമായിട്ട് ഞങ്ങൾ ഇടുക്കിയിൽ നടത്തുന്നു. അതുകൊണ്ട് ഒരാഗ്രഹം കൂടെയുണ്ട്. അത് ദൈവഹിതത്തിനായിട്ട് വിടുന്നു. വളകോട് ഈ സഭാ ഹാളിൻ്റെ പണി പൂർത്തീകരിച്ച് അത് അവിടെയുള്ള ദൈവജനത്തെ ഏൽപ്പിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പ്രവർത്തന മേഖല ഒന്ന് മാറ്റണം എന്ന വലിയ ആഗ്രഹം ഹൃദയത്തിലുണ്ട്. എനിക്കന്നും ഇന്നും ഇഷ്ടമുള്ള വേല പൈനീർ വർക്കാണ്. തുടക്കമിടുക, അടിസ്ഥാനമിടുക, അടുത്ത സ്ഥലത്തേക്ക് മാറുക. എന്നാൽ ഇന്നത്തെ നമ്മുടെ സാഹചര്യം, നമ്മുടെ ആത്മീയവും മറ്റ് ഉള്ള സാഹചര്യങ്ങൾ പല കാര്യങ്ങൾക്ക് നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നു എന്ന വലിയ ആഗ്രഹമുണ്ട്. ഈ പ്രായത്തിന് വലിയ പ്രായം ക്ഷീണമാകുന്നതിന് മുൻപ്, പ്രായം എത്രയാണെന്ന് ആരും ചോദിക്കരുത്, പ്രായം പറയുകയില്ല. അതുകൊണ്ട് വലിയ പ്രായമാകുന്നതിന് മുൻപ് ഈ കാണുന്നൊക്കെ പെയിൻ്റ് പ്രായമൊക്കെ എനിക്കുമുണ്ട്. അപ്പോൾ വലിയ ക്ഷീണമാകുന്നതിന് മുൻപ് മറ്റു 1-2 സ്ഥലം സഭ കൂടെ ഉണ്ടാവണം എന്ന വലിയ ആഗ്രഹം ഹൃദയത്തിലുണ്ട്. ദയവായി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ വഹിക്കണം. ലഭിച്ച ഈ വലിയ ഭാഗ്യം, സന്തോഷം നന്ദിയോടുകൂടെ ദൈവമുൻപാകെ ഞാൻ ഓർക്കുന്നു. ഞങ്ങളുടെ ഈ അപ്പീൽ ഈ സ്ഥലം സഭ പരിഗണിച്ചു. ഒരു ക്ഷണം ഞങ്ങൾക്ക് ഇത്തരണത്തിൽ നൽകി. എല്ലാ ആദരവും ബഹുമാനവും മഹത്വവും ഞാൻ കർത്താവിന് അർപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ 11:30 വരെയുള്ള സമയം എൻ്റെ മുൻപിലുണ്ട്. അതൊത്തിരി അധികമാണെന്ന് എനിക്കറിയാം. ഞാൻ പ്രഭാഷണത്തിൽ അത്ര മിടുക്കനൊന്നുമല്ല, വളരെ പരിമിതിയൊക്കെ എനിക്ക് ആ കാര്യങ്ങളിലുണ്ട്. മറ്റൊരു കാര്യം, ഈ പുൾപിറ്റ് അത്ര എളുപ്പമുള്ള ഒരു വേദിയല്ല എന്നെനിക്കറിയാം. കരുത്തന്മാരായ പലരും ഈ സ്ഥലത്ത് നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രിയ ജെയിംസ് സാറ്, ബാബു സാറൊക്കെ, സ്പർജൻ സാറൊക്കെ എൻ്റെ മുമ്പിലുണ്ട്. എനിക്ക് സാറിനെ അറിയാം, സാറിന് എന്നെ അറിയത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇവിടെ നിന്ന് ഈ വേദി എത്ര തിട്ടമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരല്പ സങ്കോചവും എനിക്കിവിടെ നിൽക്കുമ്പോൾ ഇല്ലാതില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഒരു നല്ല സഹകരണം
എന്ന് പറഞ്ഞാൽ ചിരിക്കുന്ന ഒരു മുഖം എനിക്ക് വേണം, അല്ലെങ്കിൽ ഞാൻ ആകെ കുഴപ്പത്തിലാകും. പണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഈ തെരുവ് സർക്കസുകളൊക്കെ പണ്ട് വരുമ്പോൾ ഒരു ചൊല്ലുണ്ട്, സംഭാവന കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും എന്നൊരു ചൊല്ലുണ്ട്. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ ഈ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നെ ആരും തുറിച്ച് നോക്കരുത്, എന്നെ ആരും ഇത്ര കർശനമായിട്ട് നോക്കരുത്. ഞാൻ വളരെ ലോലഹൃദയനാണ്. അതുകൊണ്ട് ആ ഒരു പരിഗണനയും എനിക്ക് ഈ വേദിയിൽ നൽകണം എന്ന് ഞാൻ വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് പരിചയമുള്ളൊരു കുഞ്ഞിവിടെയുണ്ട്. അവൾ പ്രസവവുമായി ബന്ധപ്പെട്ട് കോട്ടയത്തേക്ക് പോയിരിക്കുന്നു. റോഷ്ലി വേണ്ടപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. അവളെയും കുടുംബത്തെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനിന്ന് വളരെ പരിചയമുള്ള, നിങ്ങൾക്ക് ഏവർക്കും പരിചയമുള്ള ഒരു വിഷയം നിങ്ങളുടെ മുൻപിൽ ഒന്ന് അവതരിപ്പിച്ച് വളരെ വേഗത്തിൽ തന്നിരിക്കുന്ന സമയം 1 മിനിറ്റ് പോലും അതിക്രമിച്ച് പോകാതെ അതിൽ തന്നെ ആ കാര്യങ്ങൾ പറഞ്ഞവസാനിപ്പിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ എളുപ്പമുള്ള ഒരു വിഷയം, അത് അങ്ങനെ പറയുമ്പോൾ വലിയ പരിക്കില്ലാതെ എനിക്ക് ഇന്നിവിടെ രക്ഷപ്പെടാം. അറിയുന്ന നമുക്കെല്ലാവർക്കും പരിചയമുള്ളൊരു വിഷയം, ഗഹനമായ വിഷയം പഠിപ്പിക്കാൻ ഇവിടെ ജെയിംസ് സാറുണ്ട്, മറ്റ് ആളുകളുണ്ട്. അങ്ങനെയുള്ള ഒരു വിഷയങ്ങളിലേക്കും അതിന് പ്രാപ്തിയും എനിക്കില്ല. അതുകൊണ്ട് വളരെ നമ്മുടെ ഹൃദയത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, നമ്മുടെ ഹൃദയത്തിന് ഏറ്റവും ഇൻറ്റിമസി നൽകുന്ന ഒരു ക്യാരക്ടറിനെ, ഒരു പുതിയ നിയമ കഥാപാത്രത്തെ നിങ്ങളുടെ മുൻപിൽ വളരെ വേഗം അവതരിപ്പിച്ച് ഞാൻ ഈ പറയാൻ പോകുന്ന ആളെക്കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും നന്നായിട്ടറിയാം. എത്ര പ്രാവശ്യം ഈ വ്യക്തിയെക്കുറിച്ച് സന്ദേശം കേട്ടിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഒട്ടനവധി എന്ന് ചാടി പറയാൻ കഴിയുന്ന ഒരു വ്യക്തി വൈശിഷ്ട്യമാണ്. എന്നാൽ ഈ വ്യക്തി, ഈ കഥാപാത്രം നിശ്ചയമായിട്ടും കഴിഞ്ഞ 32 വർഷം എൻ്റെ ആധ്യാത്മിക ശുശ്രൂഷ വേളയിൽ എന്നെ ഹടതാകർഷിച്ചിട്ടുള്ള, എൻ്റെ ഹൃദയത്തിന് അധികം പ്രേരണ നൽകിയിട്ടുള്ള, എൻ്റെ ഹൃദയത്തെ വളരെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള, എൻ്റെ ക്രൈസ്തവ ജീവിതത്തിന് കൂടുതൽ സമർപ്പണം ആഴത്തിൽ പതിക്കുവാൻ ഈ കഥാപാത്രത്തിന് നിശ്ചയമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ആ വ്യക്തിയിൽ നിന്ന് പഠിക്കാൻ കഴിയുന്ന കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വേഗത്തിൽ എൻ്റെ ചിന്തകൾക്ക് ഞാൻ വിരാമം കുറിക്കും. നിങ്ങളിപ്പോൾ ചിന്തിക്കും ഞാൻ ആരെക്കുറിച്ചാണ് ഇത്ര വാചാലമായിട്ട് സംസാരിക്കുന്നത്. മറ്റാരുമല്ലാതെ നമ്മുടെയൊക്കെ ഹൃദയത്തോട് നമ്മൾ ചേർത്ത് വയ്ക്കുന്ന ബർണബാസ് എന്ന് പറയുന്ന അതുല്യനായ ഒരു മനുഷ്യനാണ്. കുറിവാക്യമായിട്ട് അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം 24-ാമത്തെ വാക്യം ഒന്ന് വായിക്കും. ആക്ട്സ് ചാപ്റ്റർ 11:24. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു. വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു. ഇത് നമ്മുടെ കുറിവാക്യമായിട്ട് അവിടെ ഇരിക്കട്ടെ. ആ വായിച്ച വേദഭാഗം ബർണബാസിനെ സംബന്ധിക്കുന്ന സ്വർഗത്തിലെ ദൈവം തനിക്ക് കൊടുത്ത ഒരു വലിയ അംഗീകാരമായിട്ട് ആ വാക്യം ഇരിക്കുന്നു. ആ വാക്യത്തിൻ്റെ തുടക്കവാക്യമാണ് എൻ്റെ ഹൃദയത്തെ ഒത്തിരി സ്വാധീനിച്ചത്. ആ വാക്യം, അവൻ നല്ല നല്ല മനുഷ്യനായിരുന്നു. ഇറ്റ്സ് എ വെരി സിമ്പിൾ, വളരെ ലളിതമായ ഒരു കാര്യം. വേദപുസ്തകത്തിൽ ഘനശാലികളായ, ശക്തന്മാരായ, കരുത്തുറ്റ അനിഷേധ്യ നേതാക്കന്മാരായ പലരെയും വേദപുസ്തകം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അവരെക്കുറിച്ചൊക്കെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശക്തമായ ഭാഷയിലാണ്. ചില ആളുകളൊക്കെ വേദപുസ്തകം പരാക്രമശാലിയെ എന്ന് വിളിച്ചിട്ടുണ്ട്. ആരെക്കുറിച്ച് അങ്ങനെ വിളിച്ചിട്ടുള്ളത്? ഇടുക്കിയിൽ ഞങ്ങൾ സത്യം ഇത്രയും ഗ്യാപ്പ് പോലും ഞങ്ങളുടെ അസംബ്ലിക്കത്തില്ല. കാരണം ഇത് ഈ ഒരു പുൾപ്പിറ്റ് ഒത്തിരി ഗ്യാപ്പായി തോന്നുകയാണ്. ഞങ്ങൾക്ക് ഒത്തിരി അടുത്ത് നിന്ന് സംസാരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ചില ചോദ്യങ്ങളൊക്കെ അങ്ങനെ ചോദിക്കുമ്പോഴേ അവിടെയുള്ള ആളുകൾ ഉറങ്ങാതെയൊക്കെ ഇരിക്കുകയുള്ളൂ. കാരണം ഇടുക്കിയിൽ തണുപ്പുണ്ട്, ഇച്ചിരി കാറ്റൊക്കെ കൊണ്ടാൽ ആഴ്ച മുഴുവനും പണിയെടുക്കുന്ന ആളുകളൊന്നും മയങ്ങാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് ചില ചോദ്യങ്ങളൊക്കെ നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുക. അല്ലെങ്കിൽ പണ്ട് വല്യമിച്ചി
ആശുപത്രിയിൽ പോയ പോലെയൊക്കെ സംഭവിക്കാം അല്ലേ? നിങ്ങൾ ആ കഥ കേട്ടോണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി പറയാം. പണ്ട് ഒരു അമ്മച്ചിയും മോളും കൂടെ ഒരാശുപത്രിയിൽ ഡോക്ടറെ കാണാനായിട്ട് പോയി. ആ ഡോക്ടറെ കാണുന്ന വലിയ ക്യൂവാ. അപ്പോൾ ആ ക്യൂവിൽ ഇങ്ങനെ നിന്ന് മുൻപോട്ട് പോകുമ്പോൾ വല്യമ്മച്ചി ആ ക്യൂവിൽ നിന്ന് ഉറങ്ങാൻ അല്പം മയങ്ങിപ്പോയി. അപ്പോൾ ഈ കൊച്ചുമോൾ അമ്മച്ചിയെ തോണ്ടി വിളിച്ച് പറയുക, അമ്മച്ചി ഇത് പള്ളിയല്ല, ആശുപത്രിയാണ്, ഉറങ്ങരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇത് വീടാന്നൊക്കെ ഒരു ചിന്ത അല്ലേ, ഇങ്ങനെ ഇരുന്ന് കാറ്റുകൊള്ളുമ്പോൾ. ഓക്കെ, അപ്പോൾ പരാക്രമശാലിയെ ഇങ്ങനെ ശക്തമായ പല കഥാപാത്രങ്ങളെയും വിശുദ്ധ വേദപുസ്തകം പല ഭക്തന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ബർന്നബാസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വളരെ ലളിതമായ ചില കാര്യങ്ങളാണ്. അദ്ദേഹം ഒരു വലിയ ജീനിയസ് ആണെന്നൊന്നും വേദപുസ്തകം പരിചയപ്പെടുത്തുന്നില്ല. അപ്പോസ്തലന്മാരിൽ ഈ മനുഷ്യനുള്ള സ്ഥാനം വളരെ എന്ന് പറഞ്ഞാൽ ഗ്രേഡിൻ്റെ അടിസ്ഥാനത്തിലല്ല, അങ്ങനെ ഒരു വലിയ ആളായിട്ടൊന്നും അറിയപ്പെടാൻ ആഗ്രഹിച്ച ആളുമല്ല ആര്? ബർന്നബാസ്. ആ മനുഷ്യൻ്റെ പേരിൻ്റെ അർത്ഥമൊക്കെ നമുക്കറിയാം. ഇവിടെ വേദപുസ്തകം എത്ര കൃത്യമായിട്ട് പഠിക്കുന്ന ദൈവജനമാണ്. എന്താണ് ബർന്നബാസ് എന്ന വാക്കിൻ്റെ അർത്ഥം? അദ്ദേഹം പ്രബോധന പുത്രൻ, ആശ്വാസത്തിൻ്റെ പുത്രൻ, ദ മാൻ ഓഫ് കൺസൊലേഷൻ, ആശ്വസിപ്പിക്കുന്ന മനുഷ്യൻ. അങ്ങനെ ആ ഒരു പേരാണ് അവൻ്റെ പേരിന് തന്നെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ബർന്നബാസിനെ കുറിച്ച് ഒരു കാര്യം പറയുമ്പോൾ അവൻ നല്ല മനുഷ്യൻ, ഹി വാസ് എ ഗുഡ് മാൻ, അവൻ നല്ല മനുഷ്യനായിരുന്നു, അവൻ ഒരു വാഗ്വൈഭവമുള്ള ആളായിരുന്നു. ബർന്നബാസ് ഒത്തിരി സഭകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പൗലോസിനെ പോലെ കരുത്തനായ ഒരാളായിരുന്നു എന്നൊന്നും രേഖയാക്കിയിട്ടില്ല. അവിടെ രേഖയാക്കിയത് അവനൊരു നല്ല മനുഷ്യനാണ്. ഇതാരാ പറഞ്ഞത്? ഇത് പറഞ്ഞത് ഈ പുസ്തകത്തിൽ ഏതെങ്കിലും അപ്പോസ്തലന്മാരല്ല, ഈ പുസ്തകം എഴുതിയ ആളല്ല. ഇത് പറഞ്ഞത് ആദ്യകാലത്ത് വിശ്വാസികളൊന്നുമല്ല. ഇത് പറഞ്ഞത് സ്വർഗത്തിലെ ദൈവമാണ്. ആ ദൈവമാണ് പറഞ്ഞത്. ബർന്നബാസ് എന്ന് പറയുന്ന മനുഷ്യൻ അവൻ അടിസ്ഥാനപരമായിട്ടൊരു നല്ല മനുഷ്യനാ. പ്രിയപ്പെട്ടവരെ, ഇതിൽ കൂടുതൽ വലിയൊരു സാക്ഷ്യം നമുക്ക് കേൾക്കാനായിട്ടില്ല. ഒരു വലിയ പ്രീച്ചറാണ്, ഒരു വലിയ പ്രഭാഷകനാണ്, ഒരു നല്ല കൗൺസിലറാണ് അല്ലേ? അങ്ങനെ എടുത്തെടുത്ത് എന്തെല്ലാം കാര്യങ്ങൾ ക്രൈസ്തവ നവോമണ്ഡലത്തിൽ നമുക്ക് പലരെക്കുറിച്ചും ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിലും വേദപുസ്തകത്തിൻ്റെ ഈ വാക്യത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് ബർന്നബാസിനെ കുറിച്ച് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവ് രേഖയാക്കി വച്ചിരിക്കുന്ന ഒരു കാര്യം, അവൻ നല്ല മനുഷ്യനായിരുന്നു. ഒരു നല്ല സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് ഞാനിതിനെ മനസ്സിലാക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് ഒരു ഭക്തന് ലഭിക്കാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു വാക്ക് നല്ല മനുഷ്യൻ. എന്താ വാക്കിൻ്റെ അർത്ഥം? ഞാൻ ചിന്തിച്ചു. അങ്ങനെ നല്ല മനുഷ്യൻ എന്ന് പറയുന്ന കുറച്ച് ആളുകൾ ഈ പുസ്തകത്തിലുണ്ട് കേട്ടോ, ഇല്ലെന്നുള്ളതല്ല. എന്നാൽ ബർന്നബാസിനെ കുറിച്ച് എടുത്ത് ആ കാര്യം പറയുകയാണ്. ദൈവം നമ്മിലെല്ലാവരിൽ നിന്നും ഈ കാര്യം ആഗ്രഹിക്കുന്നു. നമ്മളൊക്കെ പല വിധത്തിലും കഴിവുള്ളവരും ശക്തന്മാരും ഒക്കെയാണ്. അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട, എത്ര ജീനിയസ് ആയിട്ടുള്ള, എത്ര ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അവരൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എന്ന് ഏറ്റവും അടിസ്ഥാനപരമായി ദൈവം ആഗ്രഹിക്കുന്ന ഒരു വലിയ ആത്മീയ ഗുണം എന്ന് പറയുന്നത് ആ വ്യക്തിയെക്കുറിച്ച്, എന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മ പറയുകയാണ്, ആ മനുഷ്യൻ നല്ലവനാണ്. ഇതല്ലേ വേണ്ടത്? ഇതാണ് വേണ്ടത്. ഞാൻ ചിന്തിച്ചു, ബർന്നബാസിൻ്റെ പാസ്റ്റ് ലൈഫ് ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പൗലോസിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പൗലോസ് ശൗല് പണ്ട് അവൻ അക്രമ സ്വഭാവമുള്ള ആളായിരുന്നു. താൻ ജനിച്ചു വളർന്ന യഹൂദ മതത്തെക്കുറിച്ച് അധികം എരിവുള്ളവനായിരുന്നു. കൊലപാതകം, ഈ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ആളുകളെ തകർക്കാനായിട്ട്, ആ കൊല്ലുന്ന ആളുകളുടെ വസ്ത്രം സൂക്ഷിക്കാനായിട്ട് പൗലോസ് വലിയ ഹരമുണ്ടായിരുന്നു. അപ്പോൾ പൗലോസിന് ഒരു വല്ലാത്ത ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു.
പൗലോസ് സാക്ഷ്യം പറയുന്നതൊക്കെ എടുത്തു പറയും. ബർന്നബാസിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച്, ബർന്നബാസിന്റെ പഴയ കാലത്തെക്കുറിച്ച് നമുക്കൊന്നും അറിഞ്ഞുകൂടാ. അദ്ദേഹം ഇന്ന് ആശ്വാസപുത്രനാണെങ്കിൽ, ഇന്ന് അദ്ദേഹത്തിന്റെ കുറെ ക്വാളിഫിക്കേഷൻ നമുക്കറിയാമെങ്കിലും മുൻപ് അദ്ദേഹം ആരായിരുന്നു എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യനെ ഇന്ന് വേദപുസ്തകം പരിചയപ്പെടുത്തുന്ന ഈ മനുഷ്യൻ നല്ല മനുഷ്യനായിട്ടാ, ഏറ്റവും നല്ല ക്വാളിറ്റി. ഞാനും നിങ്ങളും പണ്ട് ആരായിരുന്നു? പണ്ട് നമ്മൾ എങ്ങനെയുള്ളവരായിരുന്നു? സ്വഭാവം കൊണ്ട്, പ്രകൃതം കൊണ്ട്, മറുപടി പറയുന്ന കാര്യത്തിൽ, കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ, സ്വഭാവം കൊണ്ട് നാം ഏത് തരക്കാരായിരുന്നുള്ളത് ഈ പുസ്തകത്തിന് മാനദണ്ഡമല്ല. ഏറ്റവും വലിയ മാനദണ്ഡമെന്ന് പറയുന്നത് മനുഷ്യഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കർത്താവ് എൻ്റെയും നിങ്ങളുടെയും അകത്തളങ്ങളിലേക്ക് വരുമ്പോൾ, 2 Corinthians 5:17, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്നത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശരിവയ്ക്കുന്നെങ്കിൽ, ഒരുവൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടാൽ അവൻ ഏത് പ്രകൃതക്കാരനാണെങ്കിലും ഒരു വസ്തുത ശരിയാണ്, അവൻ ഇന്ന് അറിയപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടവരെന്ന അർത്ഥത്തിലാണ്. ഏത് സ്വഭാവക്കാരനുമാകട്ടെ, മനഃശാസ്ത്രത്തിൽ പറയുന്നത് മനുഷ്യന് 4 വിധ സ്വഭാവ വിശേഷതകളുണ്ട്. വിശദീകരണത്തിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. സ്വാങ്കിൻ ടൈപ്പ് ഉണ്ട്, ചടപട വർത്താനം പറയുന്ന ആളുകൾ, എടുത്തിയാട്ടക്കാരൊക്കെ ഉണ്ട്, നമ്മുടെ പത്രോസിനെ പോലെ പെട്ടെന്ന് തീരുമാനം മാറ്റുന്ന ആളുകളൊക്കെ ഉണ്ട്. കോളറിക്കുണ്ട്, അത് പൗലോസിന്റെ ക്യാരക്ടറാണെന്നാ പണ്ഡിതന്മാർ പറയുന്നത്. വെട്ടൊന്ന് മുറി 2 പറഞ്ഞാൽ പിന്നെ അതിന് മാറ്റമൊന്നുമില്ല. വരും എന്ന് പറഞ്ഞാൽ വരും, വരില്ല എന്ന് പറഞ്ഞാൽ പിന്നെ വരില്ല, പോകില്ല എന്ന് പറഞ്ഞാൽ പോകില്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്. കോളറിക്. 3ാമത്തെ ആൾ മെലങ്കളിയ, വളരെ ഒരു ഗോൾഡൻ ക്യാരക്ടറാണ്. അത് മോശയെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഭൂമിയിൽ ഉള്ള എല്ലാ മനുഷ്യരിലും വെച്ച് മോശയാരാ? ആദി സൗമ്യൻ, മുൻപന്തിയിലേക്ക് വരണ്ട. നല്ലൊരു ജെയിംസ് സാറ് പറഞ്ഞൊരു മനുഷ്യനെ കുറിച്ച്, നല്ല ടീം ലീഡറാ, പക്ഷെ മുൻപിൽ വരണ്ട, പുറകിൽ നിന്നാൽ മതി. മറ്റുള്ള ആളുകളെല്ലാം ഫ്രണ്ടിലേക്ക് കയറ്റിവിടും. മോശ അങ്ങനെയുള്ളൊരു മനുഷ്യനെ, വിക്കനായിരുന്നല്ലോ, വിക്കനായിരുന്നു. 4ാമത്തെ കൂട്ടരാണ് പ്ലഗ്മാറ്റിക്, വളരെ ശാന്തര, തണുപ്പ് പ്രകൃതം. ഉന്തി, നമ്മൾ പറയാറുണ്ട് ഉന്തി എന്ത് ചെയ്യണം? മരം കയറ്റണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ 4 ക്യാരക്ടറിൽ ഏതെങ്കിലും ഒന്ന് എൻ്റെയും നിങ്ങളുടെയും ബേസിക് ആയിരുന്നു പണ്ട്. രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് നാം ഈ ക്യാരക്ടർ ആയിരുന്നു. കർത്താവ് പിടിച്ചതിന് ശേഷമോ ആരായി? ആ ക്യാരക്ടറിൻ്റെ പേരൊന്ന് പറയാമോ? ഒരു പേര് അതിനുണ്ട്. ബോസോറെ, സാറിനറിയാം, പിന്നെ പറഞ്ഞാൽ മതി. എന്താ പേര്? ഒരു പേര് ഞങ്ങൾ പണ്ട് OM-ൽ ഈ ടീം ലീഡ് ചെയ്യുമ്പോൾ ഈ 10 കൂടെ വരും, ബീഹാറിയും അങ്ങനെയുള്ള പല ടൈപ്പുകൾ. രക്ഷിക്കപ്പെടാത്തവരായിരിക്കും ചില ആളുകൾ. അവരെയൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യണമെങ്കിൽ ഈ ബേസിക് ക്യാരക്ടർ അറിഞ്ഞേ പറ്റൂ. ബീഹാറിൻ്റെ കയ്യിൽ എന്നും ഒരു കത്തി കാണും. ദേഷ്യം വന്നാൽ അവൻ എന്ത് ചെയ്യും? എടുത്ത്. അതുകൊണ്ട് OM ടീമിൽ ടീം ലീഡിനെ ഏൽപ്പിക്കുന്ന ആളുകളെല്ലാം ബേസിക്കായിട്ട് ഈ കാര്യം പഠിപ്പിച്ചു വിടും. പൊന്നു സഹോദര, ശ്രദ്ധിച്ചോണം, ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കാര്യം മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ഞാൻ ചിന്തിച്ചു, എൻ്റെ ക്യാരക്ടർ എവിടെയാണ്? പണ്ട് എന്തായിരുന്നു? എന്ത് മാറ്റമാണ് എനിക്ക് കർത്താവ് എൻ്റെ ഉള്ളത്തിൽ വന്നപ്പോഴുണ്ടായത്? ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. കർത്താവ് ഹൃദയത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ബർന്നബാസിന്റെ സ്വഭാവത്തിന് ആകമാനം മാറ്റമുണ്ടായി. മാറ്റമുണ്ടാകണം. ചില ആളുകളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, രക്ഷിക്കപ്പെട്ട് മുൻപോട്ടൊക്കെ വരുമ്പോൾ ചിലരുടെ മുഖത്തൊരു ചിരിയും കാണത്തില്ല. ചിലരെ നമുക്ക് സമീപിക്കാൻ ഭയമാ. എന്നാ കാര്യം? ഭയങ്കരന്മാരാ. ഗൗരവത്തോടു കൂടി ഇരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ഗൗരവം നല്ലതാ കേട്ടോ, ബി സീരിയസ് മൈൻഡ്, നല്ല കാര്യമാണ്.
യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ അറിഞ്ഞു, ദൈവത്തിൻ്റെ പൈതലായി മാറി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പഴയതെല്ലാം മാറിയിട്ട് എൻ്റെ സ്വഭാവത്തിന് ഒരു പുതിയ മാനം കൈവരിക്കുകയാണ്. ഞാൻ ചിന്തിക്കുന്നു, ബർണ്ണബാസ് ഈ നിലയിൽ അടിസ്ഥാനപരമായി മാറ്റത്തിലേക്ക് വന്ന വ്യക്തിയാകണം. നമുക്കും ആകാൻ കഴിയും. അടുത്ത ചില മിനിറ്റുകൾ എൻ്റെ ചിന്ത പോകുന്നത് ഈ ഒറ്റ കാര്യത്തിലേക്കാണ്. എന്തുകൊണ്ട് ദൈവം അവനെ നല്ല മനുഷ്യൻ എന്ന് സംബോധന ചെയ്തു? എന്തുകൊണ്ട് ദൈവം അവനെ വിളിച്ചു അവൻ നല്ല മനുഷ്യനാണ്? ഒരു 4 പോയിന്റ് ഈ കാര്യത്തിൽ നിന്ന് പറഞ്ഞ് സമയത്ത് തന്നെ ഞാൻ അവസാനിപ്പിക്കാം. എന്തുകൊണ്ട് ദൈവം അവന് നല്ലവനെന്ന് പറയാനിടയായി? ഒരു 4 പോയിന്റ്. ആ പോയിന്റുകളെല്ലാം വിശദീകരിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാൽ ജസ്റ്റ് ആ പോയിന്റ് മാത്രം ഒന്ന് പറഞ്ഞ് വിടാൻ മാത്രമേ ഇന്ന് നിവൃത്തി ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ഒന്ന്, ബർണ്ണബാസിനെ പോലെയുള്ള ഒരു മനുഷ്യനെ പുതിയ നിയമ ദൈവസഭയ്ക്ക് കൊടുത്ത ദൈവത്തെ ഞാൻ വാഴ്ത്തുകയാണ്. ചിലർക്ക് ഇങ്ങനെ ഒരു വിരോധമുണ്ട്, ഒരു പ്രയാസമുണ്ട്. ചില ക്യാരക്ടറുകളെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ദൈവത്തെ നമ്മളെന്തോ ഒരു ഡിമോട്ട് ചെയ്യുന്നതായിട്ട് ആളുകൾക്ക് ഫീൽ ചെയ്യും. ഒരിക്കലുമില്ല. ഈ ബർണ്ണബാസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ബർണ്ണബാസിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ, ബർണ്ണബാസിനെ ഒരു മാതൃകാ പുരുഷനായി, ഒരു ആശ്വാസ പുരുഷനായി മാറ്റിയ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിനാണ് സകല മഹത്വവും. ഇവിടെ ബർണ്ണബാസ് ഒരു മഹത്വവും ഇല്ല. ആ മഹത്വം പറയാൻ വേണ്ടിയല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. മറിച്ച് ഏതു മനുഷ്യനെയും മാറ്റാൻ കഴിയുന്ന, ഏതു മനുഷ്യനെയും ദൈവം ആഗ്രഹിക്കുന്ന ചാലിൽ കൂടെ നടത്തുവാൻ കഴിയുന്ന, ആ മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിനകത്ത് മാറ്റം വരുത്തിയിട്ടുള്ളത്. ആ ദൈവത്തെ എന്ത് ചെയ്യണം? ഞാനും നിങ്ങളും അറിയണം. അവൻ്റെ മക്കളാണ് ഞാനും നിങ്ങളും. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് നല്ലൊരു മാതൃക എന്ത് ചെയ്തിരിക്കുന്നു, വെച്ച് പോയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ആദരിക്കാനുള്ള, നമുക്ക് ഗമിക്കാനുള്ള, അനുധാവനം ചെയ്യാനായിട്ടുള്ള ഏക പുരുഷൻ അത് ക്രിസ്തുവാ. വേറെ ആരിലും നമുക്ക് ഈ പെർഫെക്ഷൻസ് കണ്ടെത്താൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. ഏത് മനുഷ്യൻ അവൻ്റെതായ കുറവുകളുണ്ട്. സുവിശേഷകനുണ്ട്, മൂപ്പന്മാർക്കുണ്ട്, എത്ര കരുത്തരായ ആളുകൾക്കും ഈ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാത്ത ഒരേ ഒരാള് നമ്മുടെ കർത്താവാ. എബ്രായലേഖനം 10 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന ഒരു കർത്താവ്. ആ കർത്താവാണ് എന്നെ നിങ്ങളെയും ആ പൂർത്തിയിലേക്ക് നയിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ബർണ്ണബാസ് എന്ന് പറയുന്ന മനുഷ്യനെ ഡെവലപ്പ് ചെയ്ത, അവൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ പുസ്തകത്തിൽ നൽകാൻ ഇടയായി തീർന്നൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഒരു സ്ഥലം സഭയുണ്ട്. ഏതാണ് ആ സ്ഥലസഭയുടെ പേര്? പ്ലീസ് സൗര്യമാര് പറഞ്ഞാട്ടെ. ഈ നിങ്ങളാണല്ലോ നമ്മുടെ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട ആരാണ്? ഏത് സഭ ഏതാ? കേൾക്കുന്നില്ല. ബർണ്ണബാസ് സ്ഥലസഭ. ഓക്കെ, യെരുശലേം. എൻ്റെ പ്രിയപ്പെട്ടവരെ, 4-ാം അധ്യായം, ആ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ബർണ്ണബാസ് എന്ന് പറയുന്ന മനുഷ്യനെ ഈ നിലയിലേക്ക് കൊണ്ടുവരാനായിട്ട് സ്ഥലം സഭയ്ക്കുണ്ടായിരുന്ന ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. എന്താണ്? 4:24, പെട്ടെന്ന് പറഞ്ഞു പോവുക. 4:24, അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ടു. യെരുശലേം സഭയുടെ ദ ഫസ്റ്റ് ക്വാളിറ്റി ഈസ്, ഒന്നെന്താണ്? അവർക്ക് യൂണിറ്റി. അവർ ഒരുമനപ്പെട്ട് എന്ത് ചെയ്തു? ദൈവത്തോട് നിലവിളിച്ചു. ഓക്കെ, ഒരുമിച്ച് ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു സഭ. 2, നമ്മൾ വായിക്കുന്നത് 29-ാമത്തെ ആ വാക്യമാണ്. 29-ാമത്തെ വാക്യത്തിൽ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്, ഭീഷണികളെ അതിജീവിച്ച ഒരു ദൈവസഭ. അവിടെ നമ്മൾ വായിക്കുന്നു, അവർ പറയുകയാണ്, അവരുടെ ഭീഷണികളെ നോക്കണമെന്ന് അവർ കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഭീഷണികളെ, ത്രട്സിനെ പിന്നെ നേരിട്ട ഒരു സഭ. ഇനി അതിന് 4:31 നമ്മൾ വായിക്കുന്നുണ്ട്. 4:31 എന്താണ്? ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം എന്തു ചെയ്തു? അത് കുലുങ്ങി. പ്രാർത്ഥനയ്ക്ക് ശക്തിയുള്ള, കരുത്തുള്ള ഒരു ദൈവസഭ. ഇനി 4:33 നമ്മൾ വായിക്കുന്നുണ്ട്. എന്താ 4:33? അവിടെ വായിക്കുന്നു, ലാസ്റ്റ് പോർഷൻ, എല്ലാവർക്കും എന്ത് ലഭിച്ചു? ധാരാളം കൃപ ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, കൃപ അനുഭവിച്ച ഒരു ദൈവസഭ. ഇനി അങ്ങനെ 4:34 നമ്മൾ വായിക്കുന്നു. 4:34 എന്താണ്?
മുട്ടുള്ളവൻ ആരുമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ കരുതുന്ന ഒരു ദൈവസഭ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബർണബാസ് എന്ന് പറയുന്ന മനുഷ്യൻ പിച്ച വെച്ച് നടന്നു വന്ന് ഇത്രയും കരുത്തനായി മാറിയതിന്റെ പിന്നിൽ അവനെ സപ്പോർട്ട് ചെയ്യുന്ന, അവന് ചില കാര്യങ്ങളൊക്കെ കണ്ട് പഠിക്കാൻ അവനെ പ്രചോദിതനാക്കിയ, പിന്നിൽ കരുത്തുറ്റ, മികവുറ്റ, തക്കമറ്റ ഒരു സഭയുണ്ടായിരുന്നു. ആ സഭയുടെ പേരാണ് യെരുശലേം സഭ എന്ന് പറയുന്നത്. നമ്മുടെ സ്ഥലസഭയ്ക്ക് വല്ല പ്രാധാന്യമുണ്ടോ ബർണബാസുമാരെ സൃഷ്ടിക്കാനായിട്ട്? ഉണ്ടോ? ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. തോളിൽ കൈയിടാൻ, ഹൃദയത്തോട് ചില ആളുകളെ ചേർത്ത് നിർത്താൻ, തകർന്നു ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്ന ആളുകളെ ഒന്ന് ചേർത്ത് പിടിക്കാനായിട്ട്, ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളെ സൃഷ്ടിക്കുന്നത് എൻ്റെ ബഹുമാന പ്രിയപ്പെട്ടവരെ, അത് സ്ഥലം സഭയാണെന്നുള്ളത് നാം തിരിച്ചറിയണം. എവിടെ ഈ ബേസിക് പോളിസീസ് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ വലിയ പരാജയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, 4 പോയിന്റ് പറയണമല്ലോ. ഞാൻ വേഗത്തിൽ എവിടേക്കൊന്ന് പോവുകയാണ്. നമ്പർ 1, ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ മനുഷ്യനെ പരിചയപ്പെടുത്തും. ഒന്നാമത്തെ കാര്യം, അവൻ നല്ലൊരു കാര്യവിചാരകനായിരുന്നു. ഹി വാസ് എ ഗുഡ് സ്റ്റുവാർഡ്ഷിപ്പ്. ഒരു നല്ല കാര്യവിചാരകൻ. നമുക്കിത് വല്ലതും പറയുമ്പോൾ തെളിവ് വേണമല്ലോ, അല്ലേ? തെളിവില്ലാത്ത കാര്യം പറയാൻ പാടില്ല. 4-ാം അധ്യായം 37-ാമത്തെ വാക്യം, 37 ഇങ്ങനെ വായിക്കുന്നത്: യോസേഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ വാക്യമാണ് ബർണബാസിനെ കുറിച്ച് നാം പിന്നീട് ഓരോ കാര്യങ്ങൾ അക്കമിട്ട് നമ്പറിട്ട് നാം ശ്രദ്ധിക്കുന്നത്. എന്താ അവൻ്റെ ഒന്നാമത്തെ ഗുണം? പുതിയ നിയമ കാലഘട്ടത്തിൽ, പ്രാരംഭ കാലഘട്ടത്തിൽ പിന്നീട് അതൊരു മാതൃകയാക്കി ആരും വെക്കുന്നത് കണ്ടിട്ടില്ല. എന്നാൽ ആ ദിവസങ്ങളിൽ, ആ നാളുകളിൽ നമ്മൾ വായിക്കുന്നത് കർത്താവ് വേഗത്തിൽ വരും എന്ന അമിതമായ പ്രതീക്ഷ അതിന്ന് നമുക്ക് ആവശ്യമാണ്. ആ പ്രതീക്ഷയിൽ അന്നവര് കാത്തു സൂക്ഷിച്ച ഒരു ക്രമമുണ്ടായിരുന്നു. എന്താ ക്രമം? വിശ്വാസത്തിലേക്ക് വരുന്നവർ അവർക്കുണ്ടായിരുന്ന വസ്തുവകകൾ എന്ത് ചെയ്തു? അതെല്ലാം വിറ്റ് ആ പണമായിട്ട്, ദ്രവ്യമായിട്ട് അതെല്ലാം അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കുന്ന ഒരു നല്ല മര്യാദ അന്നത്തെ കാലത്തുണ്ടായിരുന്നു. പിന്നീടത് തുടർമാനമായിട്ട് വന്നത് നാം കാണുന്നില്ല. എന്നാൽ ഏറ്റവും മാതൃകയാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അവിടെ വായിക്കുന്നത്. യേശു കർത്താവിനെ ഹൃദയത്തിൽ രക്ഷകനായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ ബർണബാസിന് ഒരു കാര്യം മനസ്സിലായി. എൻ്റെ ഹൃദയത്തെ മാത്രമല്ല, ഞാനെന്ന വ്യക്തിയെ മാത്രമല്ല, മറിച്ച് എനിക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ വകയാണെന്ന് തിരിച്ചറിഞ്ഞൊരു മനുഷ്യൻ. അതുകൊണ്ടാണ് നാം വായിക്കുന്നത്, തനിക്കുള്ളതെല്ലാം വിറ്റ് എന്ത് ചെയ്തു? ഈ എർത്തിലെ ഹെറിറ്റേജ് മുഴുവൻ വിറ്റിട്ട്, ഈ ലോകത്തിലെ ഹോം എന്ന് പറയുന്ന കൺസെപ്റ്റ് വിട്ടിട്ട്, കർത്താവിൻ്റെ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി, ലോർഡ് സർവീസിന് വേണ്ടി തനിക്കുള്ളത് മുഴുവൻ കൊടുത്ത ഒരു മനുഷ്യൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കുള്ളതൊക്കെ വിൽക്കണം എന്ന ആശയമല്ല ഇതിനകത്ത്. നേരെ മറിച്ച് കർത്താവിൻ്റെ വകയായി തീരുന്നവനുണ്ടാകേണ്ടുന്ന ഒരു വലിയ കാഴ്ചപ്പാടുണ്ട്, ഒരു വലിയ മനോഭാവമുണ്ട്, ഒരു വലിയ ചിന്താഗതിയുണ്ട്, ഒരു വലിയ ദീർഘദൃഷ്ടിയുണ്ട്. അതാണ് ഈ വേദഭാഗത്തെ അടിസ്ഥാനമെന്ന് പറയുന്നത്. എൻ്റെ മനോഭാവത്തിന് മാറ്റമുണ്ടാകണം, എൻ്റെ കാഴ്ചപ്പാടിന് വ്യക്തമായ മാറ്റമുണ്ടാകണം. എത്ര നാം സൂക്ഷിച്ചാലും, എത്ര നാം ഈ ഭൂമിയിൽ കരുതൽ കൂട്ടിയാലും, ഒരു കാര്യം ഓർക്കണം, ഇതെല്ലാം ഒരു സമയത്ത് ഇതിനോടെല്ലാം ദൈവമക്കളായ നാം ബൈ പറഞ്ഞു പോകേണ്ടവരാണ്. അതുകൊണ്ട് എല്ലാം വിറ്റ് ദരിദ്രനെ പോലെ ആകണം എന്ന് വേദപുസ്തകം അനുശാസിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിനെ അറിയുമ്പോൾ നമ്മുടെ മനോഭാവത്തിന് വ്യക്തമായിട്ട് മാറ്റമുണ്ടാകണം.
അതുകൊണ്ടാണ് പൗലോസ് ഒരു ഭാഗത്ത് പറഞ്ഞു, യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ഗോഡ് ഇൻഡ്വെല്ലിംഗ് യു ആൻഡ് യു ആർ ബിലോങ്സ് ടു ദ ലോർഡ്. ദൈവത്തിന് വകയാണ് നാം. വി ആർ നോട്ട് ഫോർ അവർ ഓൺ. നാം നമുക്കുള്ളവരല്ല എന്നുള്ളത് നാം വ്യക്തമായിട്ട് എന്ത് ചെയ്യണം? അത് ഗ്രഹിക്കണം. നാം നമുക്കുള്ളവരല്ല, നാം ദൈവത്തിന്റെ വകയാ. പ്രിയപ്പെട്ടവരെ, ഈ സത്യം മനസ്സിലാക്കിയപ്പോൾ ബർണ്ണബാസ് തനിക്കുള്ളതെല്ലാം അപ്പോസ്തലന്മാരുടെ കാൽക്കലേക്ക് കൊണ്ടുവച്ചു. വേറൊരു കാര്യമുണ്ട്. മനോഭാവത്തിന്റെ കാര്യം പറഞ്ഞപ്പോ തൊട്ടടുത്ത ഭാഗത്ത് തന്നെ ഒരു കാര്യം സംഭവിച്ചു. 2 ദമ്പതികൾ എന്ത് ചെയ്തു? അവർക്കുള്ളതെല്ലാം വിറ്റു. എന്നിട്ട് എന്ത് ചെയ്തു? അവരും എന്ത് ചെയ്തു? ഇത് വിറ്റിട്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. മിനിറ്റുകൾക്കുള്ളിൽ ഹസ്ബൻഡും തീർന്നു, വൈഫും. അതെന്നാ പറ്റിയേ? അവർ വിറ്റുകൊണ്ട് വെച്ചില്ലേ? എന്താ പറ്റിയേ? മനോഭാവം തെറ്റിപ്പോയി അല്ലേ? ലക്ഷ്യം തെറ്റിപ്പോയി. പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി എന്തു ചെയ്താലും തിന്നാലും കുടിച്ചാലും അവിടുത്തെ മഹത്വത്തിനായിട്ട് സകലതും ചെയ്യണമെന്ന് നമ്മുടെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നെങ്കിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡ്, കർത്താവേ നീ എനിക്ക് തന്നിരിക്കുന്ന സൗഭാഗ്യങ്ങൾ എന്തുമാകട്ടെ, നമ്മുടെ പിതാക്കന്മാരും നമ്മുടെ തലമുറകളും 1 2 ഒക്കെ പിൻപോട്ട് തേടിച്ചെന്നാൽ എന്തായിരുന്നു നമ്മുടെയൊക്കെ സ്ഥിതി? വളരെ വളരെ സങ്കടങ്ങൾ മാത്രം പറയാൻ. അങ്ങനെയുള്ളൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. കർത്താവ് സ്ഥിതി മാറ്റി, സ്വർഗം സ്ഥിതി മാറ്റി. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ദൈവം സ്ഥിതി മാറ്റും, അപ്പോൾ വിധം മാറരുത്. പ്രൈസ് ദി ലോർഡ്. കിട്ടിയില്ലല്ലേ? ആ ഫ്രേസ് കിട്ടിയില്ല. ദൈവം സ്ഥിതി മാറ്റുമ്പോൾ എന്തു മാറരുത്? വിധം. ബർണ്ണബാസിനെ ദൈവം വിളിച്ചു, വലിയ ഭാഗ്യം ദൈവം കൊടുത്തു. സ്ഥിതിക്കെല്ലാം സ്വർഗം മാറ്റം വരുത്തി, വിധം മാറിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, തന്നതെല്ലാം ദൈവമാണ്, ലഭ്യമായതെല്ലാം ദൈവത്തിൻ്റെതാണ്, ദൈവമാണ് ഇതെല്ലാം നൽകിയത്. ഒരു രാജ്യം ഭരിച്ച ഒരു രാജാവ് ഒരിക്കൽ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവും എന്തുള്ളൂ. ദാവീദിനെ കുറിച്ച് പറഞ്ഞ കാര്യമാണ്, എന്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് എന്തുമാകട്ടെ, ആസ്തികൾ, ബാലൻസുകൾ, അതെല്ലാം നല്ലതിനാ, അതെല്ലാം നമുക്ക് ഉപയോഗിക്കാം. ഒരൊറ്റ മനോഭാവം, കർത്താവേ ഇത് നിന്റെ മഹത്വത്തിനായിട്ട്. ആമേൻ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഒരു നല്ല കാര്യവിചാരകനായിരുന്നു ആര്? ബർണ്ണബാസ്. ഓക്കെ. 2, എന്തുകൊണ്ട് ദൈവം അവനെ നല്ലവൻ എന്ന് വിളിച്ചു? ഒരു ശുഭാപ്തി വിശ്വാസം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു മനുഷ്യൻ, നല്ല ശുഭാപ്തി വിശ്വാസം. നമുക്ക് നഷ്ടപ്പെട്ടു പോയതും അത് തന്നെയാ. നമുക്ക് ആത്മവിശ്വാസമേ നഷ്ടപ്പെട്ടു. നമ്മളെക്കുറിച്ചുള്ള, മറ്റുള്ളവരെക്കുറിച്ചുള്ള ഒത്തിരി നഷ്ടത്തിൻ്റെ ലോസസ് ഒത്തിരി നമ്മുടെ മുൻപിലുണ്ട്. ബർണ്ണബാസ് ഒരു മഹാപ്രതിഭയൊന്നുമായിരുന്നു, ഞാൻ ആദ്യം പറഞ്ഞു. പക്ഷേ നമുക്ക് മാതൃകയാക്കാവുന്ന ഒരു നല്ല സ്വഭാവം. പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യം ഓർമ്മപ്പെടുത്തിയതുപോലെ നെഞ്ചോട് ചേർക്കേണ്ടവനെ നെഞ്ചോട് ചേർക്കാൻ, ഒരു വാക്കുകൊണ്ട് കണ്ണുനീര് മാറ്റാൻ കഴിയുമെങ്കിൽ, ആ കണ്ണുനീര് തുടയ്ക്കാൻ എൻ്റെ വാക്ക് ഉതകുമെങ്കിൽ, അത് നിവർത്തിക്കാനായിട്ടുള്ള മനസ്സ്. He was optimistic. അവർ നല്ല ശുഭാപ്തി വിശ്വാസക്കാരൻ. എന്തിനോടൊരു പോസിറ്റീവ് മൈൻഡ് തിങ്കിങ് സൂക്ഷിച്ചിരുന്ന ഒരാൾ. തൻ്റെ ആ വിശ്വാസം മറ്റുള്ളവരിലേക്കും അത് ബർണ്ണബാസ് കൊടുത്തു. 2 എക്സാമ്പിൾ, ഒത്തിരി ഒന്നും വേണ്ട. നമ്മുടെ പൗലോസും സുവിശേഷം എഴുതിയ മർക്കോസും, ഇവരൊക്കെ ഇന്ന് നാം ഇവരെക്കുറിച്ചൊക്കെ വാതോരാതെ വാക്കുകൾക്കപ്പുറമായിട്ട് പൗലോസിനെ കുറിച്ചൊക്കെ ശക്തമായിട്ട് പ്രഭാഷണം നടത്തുന്ന, തൂലിക ചലിപ്പിക്കുന്ന എത്ര ആളുകൾ ഇന്ന് നമ്മുടെ മണ്ഡലത്തിലുണ്ട്. അവരൊക്കെ ഇവരെക്കുറിച്ചൊക്കെ ശക്തമായിട്ട് പറയാൻ കാരണമായി തീരുന്നത് ഈ ബർണ്ണബാസ് എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യനാണ്. ബർണ്ണബാസ് ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ?
എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്നും കൂടെ പറയാം, എത്ര ഇടങ്ങളിൽ, എത്ര സ്ഥലങ്ങളിൽ ഈ ബർണ്ണബാസിനെ പോലെയുള്ള ആളുകൾ എൻ്റെ തോളിൽ തട്ടിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്, പറയുന്നത് ശരിയല്ല എങ്കിലും ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് പറഞ്ഞേ കഴിയുകയുള്ളൂ. പ്രിയ ജെയിംസ് സാറാണ്. അദ്ദേഹത്തെ നമുക്കറിയാം. ഏത് മനുഷ്യനെയും ഒരുപോലെ കാണാൻ കഴിയുന്ന ഒരു വലിയ മനസ്സ്, എത്രയടി മാറി നിന്ന് സല്യൂട്ട് ചെയ്യേണ്ട ആളുകൾ, പക്ഷെ ദൈവ മനോഭാവത്തിൽ കർത്താവിനോട് അടുത്ത് വരുമ്പോൾ ഏത് മനുഷ്യൻ, എന്നെയൊക്കെ അദ്ദേഹം ചേർത്ത് പിടി, എനിക്ക് പേടിയാണ്. കാരണം എന്നെയൊക്കെ എത്ര ഹൈറ്റാ, അടുത്ത് നിൽക്കാൻ പേടിയാ, ചേർത്ത് പിടിക്കുകയാ. സാറൊക്കെ ഞങ്ങളൊക്കെ ഈ മിനിസ്റ്റിൽ ഒന്നിച്ചു കൂടുമ്പോൾ സ്പെഷ്യൽ അറ്റൻഷൻ, എത്ര തിരക്കുണ്ടെങ്കിലും ഒന്ന് ഹായ് പറയാൻ കാണിക്കുന്ന മനോഭാവം. എൻ്റെ പ്രിയപ്പെട്ടവര്, നമ്മുടെ പല ഹായികൾ, നമ്മുടെ പല ചേർക്കലുകൾ എത്ര ആളുകളെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ, എത്ര കുടുംബങ്ങളിലെ കാർമേഘ പടലങ്ങൾ അത് മുഴുവനും അലിഞ്ഞു മാറാനായിട്ട് ഈ ഒരൊറ്റ ചേർക്കൽ മതി. അതുകൊണ്ട് ഒരു ശുഭാപ്തി വിശ്വാസക്കാരന്മായിരുന്നു ആര്? ബർണ്ണബാസ്. ദൈവസഭയ്ക്കകത്ത് ഈ ആളുകളൊന്ന് കുറഞ്ഞു പോയി, ഇവരെയൊന്നും കാണാനായിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്ഥലം സഭകളിൽ ഇതുണ്ടാവട്ടെ. ചേർത്ത് പിടിക്കാൻ, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ, സാധാരണക്കാരനാണെങ്കിലും നടന്നു വന്നവനാണെങ്കിലും സാമ്പത്തികമായിട്ട് മാറി നിൽക്കുന്നവനാണെങ്കിലും അവരെല്ലാം ക്രിസ്തുവിൽ എൻ്റെ സഹോദരന്മാരാണെന്ന് അവരെയൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചാൽ എത്ര ഭംഗിയായിരുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്പർ 1, അവൻ നല്ലൊരു കാര്യവിചാരകൻ. ഹി വാസ് എ ഗുഡ് സ്റ്റുവാർഡ്ഷിപ്പ്. 2, ഹി വാസ് ഓപ്റ്റിമിസ്റ്റിക്. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരാൾ. ഇനി മൂന്നാമത്തെ കാര്യം, സമയമില്ലാത്തോട് പെട്ടെന്ന് പറഞ്ഞു വിടുകയാണ്. മൂന്നാമത്തെ കാര്യം, ബർണ്ണബാസ് വാസ് thoroughly മിഷണറി. അദ്ദേഹം ഒരു പൂർണ്ണ മിഷണറി കൂടിയായിരുന്നു. ഹി വാസ് എ thoroughly മിഷണറി. എവിടെയാണ് നമുക്ക് ആ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അന്ത്യോക്യയിലെ വേല കണ്ട് ആ വേല കാണാനായിട്ട് യെരുശലേം സഭയിൽ നിന്ന് പറഞ്ഞയച്ച ഒരേയൊരു ആരായിരുന്നു? ബർണ്ണബാസ. അവിടെ ഒത്തിരി ആളുകളുണ്ടായിരുന്നു. ഗ്രേറ്റ് അപ്പോസ്റ്റലന്മാർ വേറെ ഉണ്ടായിരുന്നു, കരുത്തന്മാർ വേറെ ഉണ്ടായിരുന്നു. പക്ഷേ യെരുശലേം സഭ തെരഞ്ഞെടുത്ത് അന്ത്യോക്യയിൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുന്നു, അവിടെ ധാരാളം ആളുകൾ കർത്താവിൻ്റെ ഭാഗത്തേക്ക് വരുന്നു എന്ന കേട്ടറിവ് ശരിയാണോ എന്നറിയാനായിട്ട്, തൊട്ടറിയാൻ, ആ കാര്യത്തെ ഒന്ന് അപഗ്രന്ഥിക്കാനായിട്ട് പറഞ്ഞയച്ചയാൾ ആരായിരുന്നു? ബർണ്ണബാസ. പ്രിയപ്പെട്ടവരെ, ഈ ആത്മാവുള്ള ആളുകളെ മാത്രമേ വേല കാണാനായിട്ട് പറഞ്ഞയക്കാവൂ. ഇങ്ങനെയുള്ള ആളുകളെ മാത്രമേ, ഈ മൈൻഡുള്ള ആളുകളെ, ഈ മനോഭാവമുള്ള ആളുകളെ മാത്രമേ കർത്താവിൻ്റെ വേല കാണാനായിട്ട്, സുവിശേഷ വേലയ്ക്ക് വേണ്ടി കരങ്ങൾ കോർക്കുന്നെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ ആയിരിക്കണം. ഞാൻ ചിന്തിക്കുകയാ, ബർണ്ണബാസിന് പകരം മറ്റാരെങ്കിലും ആയിരുന്നു ആ വേല കാണാൻ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ അന്ത്യോക്യ എന്ന് പറയുന്ന പൈനീർ മിഷൻ ഫീൽഡ് എന്ത് ചെയ്യണം? ഇറ്റ് വുഡ് ഹാവ് ബീൻ ലോസ്റ്റ്. ശ്രദ്ധിക്കണം അവിടെ ഒന്നൊരു കാര്യം കൂടെ. ആ വേല കണ്ടു, വേലയുടെ വ്യാപ്തി കണ്ടു, ദൈവത്തിൻ്റെ പ്രവർത്തനം താൻ മനസ്സിലാക്കി. എന്ത് ചെയ്തെന്നറിയാമോ? അവൻ വീണ്ടും തിരിച്ചു വന്നിട്ട് പൗലോസിനെ എന്ത് ചെയ്തു? ആ വേലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഈ പങ്കാളിത്തം ഒരുമിച്ച് അനുഭവിക്കാനായിട്ടുള്ള മനസ്സ്, പ്രിയപ്പെട്ടവരെ, ഒരു മിഷണറിയുടെ മനസ്സ്, ഒരു സുവിശേഷകന്റെ മനസ്സ്, ഒരു മൂപ്പന്റെ മനസ്സ്, ഒരു വിശ്വാസിയുടെ മനസ്സ് മിഷണറിയുടെ മനസ്സാണ്. വിഷൻ പ്ലസ് മിഷൻ, ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, അവൻ thoroughly മിഷണറി ആയിരുന്നു. ഇനി ഏറ്റവും ഒടുവിൽ അതിൻ്റെ ഹൃദയത്തെ വളരെ സ്വാധീനിച്ച ഒരു കാര്യമാണ്. ഏറ്റവും ഒടുവിൽ Barnabas was a spiritual man. Barnabas was a spiritual man. അവൻ തികച്ചും ഒരാത്മീയനായ മനുഷ്യനായിരുന്നു. ഇത് വിശദീകരിക്കേണ്ട കാര്യമില്ല. He was filled with the Holy Spirit. ദൈവാത്മാവിനാൽ നിറഞ്ഞ ഒരു മനുഷ്യൻ. പ്രിയരെ, എത്രയൊക്കെ നമുക്കുണ്ട് എന്ന് വന്നാലും, എത്ര കരുത്ത്, എത്ര വിദ്യാഭ്യാസപരം, നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്ന് നാം നനച്ചാലും,
ഈ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ക്വാളിറ്റി. എന്താണ് ആ ക്വാളിറ്റി? ഒരാത്മീകൻ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവാത്മാവിനാൽ നിറഞ്ഞ് ഈ ഭൂവിലെ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യൻ. ബാക്കി 3 കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും ഒടുവിലത്തെ ആ ഒരു സ്വഭാവം ഇല്ല എന്ന് വന്നാൽ എല്ലാം നഷ്ടമായി. അവൻ ആത്മീയനായ ഒരു മനുഷ്യനാണ്. എന്താ ആത്മീയ ലക്ഷണം? അവനെല്ലാം വിവേചിക്കുന്നു എന്നുള്ളതാണ്. അവനെല്ലാം വിവേചിക്കുന്നു. അവന് കാര്യങ്ങളെല്ലാം മനസ്സിലാകും. എൻ്റെ സമയം ഇവിടെ തീരുകയാണ്. ബർന്നബാസിനെ ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. 4 കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർക്കുക. 1, ഹി വാസ് എ ഗുഡ് സ്റ്റുവാർഡ്ഷിപ്പ്. 2, ഹി വാസ് എ ഓപ്റ്റിമിസ്റ്റിക്. ഹി വാസ് എ തറോലി മിഷണറി ആൻഡ് ഹി വാസ് എ സ്പിരിച്വൽ മാൻ. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. എന്നെയും നിങ്ങളെയും ദൈവമാക്കി വെച്ചിരിക്കുന്ന സ്ഥാനം അതെവിടെയാണ്? ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ വേലക്കാരെ, സാധാരണക്കാരായ ആളുകൾ ദൈവസഭയ്ക്ക് വേണ്ടി ദൈവം എനിക്ക് തന്നിരിക്കുന്ന കാഴ്ചപ്പാടുകൾ, എനിക്ക് തന്നിരിക്കുന്ന കൃപാവരങ്ങൾ അതെങ്ങനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും? ബർന്നബാസിനെ ദൈവം ഉപയോഗിച്ചു. ഒരു പൗലോസ്, ഒരു മർക്കോസ്, എന്തിനേറെ എത്രയെത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങളാണ് ഈ ഭൂവിൽ നിവൃത്തിയായത്. അതുകൊണ്ട് 2 മുതുകളോട് പറയാം. 1, ബർന്നബാസ് എ സെപ്പറേറ്റഡ് ലിവിറ്റ് ആൻഡ് ട്രൈബലി ആൻഡ് സ്പിരിച്വലി. രണ്ടാമത്തെ കാര്യം, എ സെലക്ടർ ലേബറർ. അവൻ സെലക്റ്റഡ് ആയിരിക്കുന്ന ഒരു വേലക്കാരൻ. എ സ്പിരിച്വൽ ലീഡർ, എ ഗുഡ് മാൻ ഫുൾ ഓഫ് ഫെയ്ത്ത് ആൻഡ് ഹോളി സ്പിരിറ്റ്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ അത് നിറയാനിടയാകട്ടെ. ആസ് എ മിനിസ്റ്റർ ഓഫ് ക്രൈസ്റ്റ്, കർത്താവിൻ്റെ വേലക്കാരൻ. 2, എ മെസഞ്ചർ ഓഫ് ദ ചർച്ച്, സഭയുടെ ദൂതുവാഹകൻ. എ മിഷണറി ഓഫ് ദ ക്രോസ്, ക്രൂസിൻ്റെ പോരാളിയായിട്ട്. മൗത്ത് പീസ് ഓഫ് ക്രിസ്ത്യൻ, ക്രിസ്ത്യാനികളുടെ ആശ്വാസകനായിട്ട് മാറി. ബർന്നബാസിനെ കുറിച്ച് എത്രയോ കാര്യങ്ങൾ പഠന വിഷയമാക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് തിരുമലസ്മൂല്യമായിട്ട് കർത്താവ് എനിക്ക് തന്ന ഏറ്റവും വിലപ്പെട്ട ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ബർന്നബാസ് എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളകോട് ഇടുക്കിയിൽ ഒത്തിരി പേരെ നെഞ്ചോട് ചേർക്കാൻ, സാധാരണക്കാരായ ആളുകളെ, തോട്ടം തൊഴിലാളികളെ, ഒന്നുമില്ലാത്ത ആളുകളെ നെഞ്ചോട് ചേർത്ത് തോളിൽ കൈയിട്ട് അവരെയൊക്കെ ദൈവം എന്തിനാണ് അവരെയൊക്കെ വിളിച്ചത് അതിലേക്ക് അവരെയൊക്കെ കൊണ്ടുപോകാനായിട്ട് എളിയവനായ ദൈവം എനിക്കും കൃപ തന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും ചെറിയ പ്രായത്തിൽ OMT മിലായ സമയത്ത് തന്നെ എൻ്റെ പ്രായത്തേക്കാൾ അപ്പുറമുള്ള ആളുകളെ ടീമിൽ കൊണ്ടുപോകാൻ, അതുപക്ഷെ അതായിരിക്കാം കർത്താവ് എന്നും എന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്, ഏത് മനുഷ്യനെയും മനസ്സിലാക്കാൻ, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കാനായിട്ട് ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ബർന്നബാസ് ഒരു മാതൃകയാക്കാം. ബർന്നബാസ് അവൻ പ്രബോധനപുത്രനാണ്, ആശ്വാസപുത്രനാണ്. നമുക്കും ഒത്തിരി പേർക്ക് ആശ്വാസമാകാം. നമ്മുടെ സ്ഥലം സഭയ്ക്ക്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ സൊസൈറ്റിക്ക്, നമ്മുടെ കർത്താവിൻ്റെ വേലയ്ക്ക് നമുക്ക് ഏറ്റവും പ്രയോജനമുള്ള ഓരോ ആളായിട്ട് മാറാം. ഈ ഒരു സാക്ഷ്യം എത്ര ഗണനീയമാണ്. അവൻ നല്ല മനുഷ്യനായിരുന്നു. ദൈവത്തിൽ നിന്ന് ഈ പുകഴ്ച ലഭിക്കാൻ, ഈ നല്ല ഒരു സർട്ടിഫിക്കറ്റ്, ഈ നല്ല ഒരു സ്വഭാവം, കർത്താവ് നമ്മെക്കുറിച്ച് അങ്ങനെ പറയട്ടെ, അവൻ നല്ല മനുഷ്യനാണ്. ബാക്കിയുള്ള എന്തിനേക്കാളും ദൈവം മാനിക്കുന്നത് സിൻസിയർലി, വെരി ഹാർട്ട്ഫുള്ളി നമുക്ക് ഒരു നല്ല മനുഷ്യനാകാൻ, എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരെയും കരുതാൻ കഴിയുന്ന, എല്ലാവരെയും മനസ്സിലാക്കാൻ കഴിയുന്ന, എല്ലാവരോടും ഒന്ന് ചിരിക്കാൻ കഴിയുന്ന അങ്ങനെയുള്ളൊരു മനസ്സായിട്ട് നമുക്ക് മാറാം. മറ്റുള്ളവർക്ക് ആശ്വാസമായിട്ട് മാറാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇങ്ങനെ സമയം വേർതിരിച്ചു തന്ന ദൈവസഭയോടുള്ള തികഞ്ഞ സ്നേഹം, നന്ദി അറിയിക്കുന്നു. ഓർമ്മപ്പെടുത്തിയതുപോലെ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും വളകോട്ടേക്ക് വരാം, അവിടെയുള്ള വേല കാണാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാ മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.